വെൽക്കം ടു സയൻസ് കിച്ചനറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ചില്ലിയാണ്. ഇത് സോസുകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്നതിന് സാധാരണ എഗ് റെസിപ്പിയിൽ നിന്നും ഇതിൻ്റെ രുചി വേറിട്ട് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. എഗ് ചില്ലി തയ്യാറാക്കുവാനായി പുഴുങ്ങിയെടുത്ത മുട്ട 4 കട്ട് ചെയ്തെടുക്കാം. ഇതിനായി ഞാൻ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി മുട്ട പൊരിച്ചെടുക്കുവാനായിട്ടുള്ള മാവ് തയ്യാറാക്കുവാൻ 1/2 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ സോയാ സോസും പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് മാവ് തയ്യാറാക്കിയെടുക്കുക. മാവ് ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി ആകരുത്. ഇനി മുട്ടകൾ ഓരോന്നായി മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ മുട്ടയെല്ലാം മാവിൽ മുക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാപ്സിക്കം എന്നിവയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാളയും ക്യാപ്സിക്കവും ഡയസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി എഗ് ചില്ലിക്ക് ആവശ്യമായ സോസ് തയ്യാറാക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചിയും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1/4 കപ്പ് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനും കൂടി ചേർത്ത് ഒരു 30 സെക്കൻഡ് വഴറ്റുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും 2 പച്ചമുളകും ക്യാപ്സിക്കവും ചേർത്ത് 1 മിനിറ്റ് നന്നായി വഴറ്റുക. ഇതിലേക്ക് ഞാനിവിടെ 1 വലിയ സവാളയും 1 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞതുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ചേർത്ത് സോസിൻ്റെ ആ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തതും വഴറ്റുക. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ യോജിപ്പിക്കാം. ഇത് ഞാൻ 1/2 കപ്പ് വെള്ളത്തിൽ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ്. ഇത് ഈ സോസിന് ഒരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു 2 പിഞ്ച് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് വളരെ പതിയെ സോസുമായി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ എഗ് ചില്ലി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം സ്പ്രിംഗ് ഓണിയൻ ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.